ഇപ്പം നമുക്ക് ഇന്ന് സർവീസിന് വന്നിരിക്കുന്നത് കെനൗഡിൻ്റെ ഒരു കാർ സ്റ്റീരിയാണ്. അതായത് മാരുതി എണ്ണൂറിൻ്റെ തന്നെയാണ്. അതായത് ഉണ്ട് മാരുതി സുസുക്കി. അത് അവരുടെ തന്നെ ഒരു ബ്രാൻഡ് കാർ സ്റ്റീരിയാണ്. കാർ മേടിക്കുമ്പോൾ കൂട്ടി വരുന്നൊരു കാർ സ്റ്റീരിയാണ്. അപ്പം ഇത് ഓണാകുന്നില്ല എന്ന് പറഞ്ഞാൽ കസ്റ്റമർ നമ്മളെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇതിൻ്റെ ഈ ബാക്കിലൊരു ഫ്യൂസ് ആണ്. ഈ ഫ്യൂസ് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഫ്യൂസ് പോകാനായിട്ട് ഇതിനകത്ത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നമുക്കിതൊന്ന് അഴിച്ച് നോക്കേണ്ടി വരും. അപ്പം നമ്മളിത് അഴിച്ച് ഫുള്ളും ചെക്ക് ചെയ്തപ്പോൾ ഇത് ഷോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് ഐ സി, അതായത് ഈ ODIC ഷോർട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ODIC നമ്മൾ മാറി, ഇതാണ് ഇത് കിടന്ന ഐ സി. അപ്പം നമ്മൾ ഐ സി മാറി വേറെ ഐ സി ഇട്ടിട്ട് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മളിത് SMPC കൊടുത്തേക്കുന്നത്. SMPCയിൽ 12 വോൾട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് സ്പീക്കർ കണക്ഷനാണ്. ഇത് നമ്മൾ ഫ്യൂസിലോട്ടൊരു ബൾബ് കൊടുത്തേക്കണം. അതിൻ്റെ ഷോർട്ട് ഉണ്ടെങ്കിൽ ഈ ബൾബ് ബ്ലിങ്ക് ചെയ്യും, അതായത് ബൾബ് കത്തി നിൽക്കും. അപ്പോൾ നമുക്ക് ഷോർട്ട് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ SMPS ഓണാക്കി. ഇപ്പോൾ ഇതുകൊണ്ട് ബൾബ് കത്തുന്നില്ല. അപ്പോൾ അതിനകത്ത് ഷോർട്ട് ഇല്ലെന്ന് അർത്ഥം. ഷോർട്ട് പോയി, ഉള്ള ഷോർട്ട് പോയി. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ സെറ്റും ഓണായിട്ടുണ്ട്. സെറ്റ് ഓണായി നിൽക്കുകയാണ്. ഇനി നമുക്ക് സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് SMPSൻ്റെ മോഡ് ഫങ്ഷൻ എല്ലാം ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ആ ഡിഷിൽ നിന്ന് ഒരു ഓക്സിജൻ എടുത്ത് ഇങ്ങോട്ട് കുത്തിയിട്ടുണ്ട് ചെക്ക് ചെയ്യാം. അത് ഓടി ചെക്ക് ചെയ്യാൻ വേണ്ടി ഡിഷിൽ നിന്ന് ഒരു ഓക്സിജൻ എടുത്ത് കുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓക്സിജൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ സൗണ്ടും വർക്കാണ്. ഇപ്പോൾ സൗണ്ടും ഈ ഫംഗ്ഷനും മൊത്തം വർക്കാണ്. അതായത് ഇപ്പോൾ യാതൊരു കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്കിത് മൊത്തം പാക്ക് ചെയ്ത് സെറ്റപ്പാക്കി കസ്റ്റമറിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടത്, യൂട്യൂബ് വീഡിയോ ഇടുന്നതും ആദ്യമായിട്ടാണ്. എല്ലാവരും അനുഗ്രഹം ഉണ്ടാകണം. തുടക്കമായത് ചെറിയ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കണം. അപ്പം എല്ലാവരും സപ്പോർട്ട് അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഈ മുന്നോട്ടും നല്ല രീതിയിൽ ചാനലിലിടുന്നതായിരിക്കും, വീഡിയോസ് ഒത്തിരി ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.